ദക്ഷിണ കൊറിയയിൽ വിമാനം തകർന്ന് മരിച്ചവരുടെ എണ്ണം 179ആയി. വാർത്താ ഏജൻസിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി മതിലിൽ ഇടിക്കുകയായിരുന്നു. ലാൻഡിംഗ് ഗിയറിന്റെ തകരാറാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് സൂചന. ടി ജെയിംസ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്നും. ജെയിംസ്, ഇവിടെ ജൈജു എയർലൈൻസ് ലജ്ജ കൊണ്ട് തലകുനിയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കൃത്യമായും ഈ സാങ്കേതിക തകരാർ തന്നെയാണോ ഈ വലിയ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? ജെയിംസ്, ഹാഷ്മി, 2 പേർ മാത്രമാണ് ഈ അപകടത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന് സ്ഥിരീകരിച്ചു. അതിൽ ഒരാൾ വിമാനത്തിലെ ജീവനക്കാരൻ തന്നെയാണ്, വേറൊരാൾ യാത്രക്കാരനാണ്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. എന്തായാലും 179 പേർ മരണമടഞ്ഞുവെന്ന വാർത്ത സ്ഥിരീകരണമായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ വാൽഭാഗം ഒഴികെ വിമാനത്തിൻ്റെ ബാക്കിയെല്ലാം കത്തി അമർന്നുപോയി. അതിൻ്റെ വിഷ്വൽസ് വരുന്നുണ്ട്. റൺവേയിൽ നിന്ന് തെന്നി മാറിയാണ് ഇത് അപകടത്തിൽപ്പെട്ടത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. യഥാർത്ഥത്തിൽ തെന്നി മാറി കോൺക്രീറ്റ് മതിലിൽ ചെന്നിടിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു. തീയും പുകയും, കറുത്ത പുകയും ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഏതാണ്ട് 32 ഫയർ ട്രക്കുകൾ അത് തീ കെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ഹെലികോപ്റ്ററുകൾ വന്നു. പക്ഷേ അതുകൊണ്ടൊന്നും ഇതിൻ്റെ ഇടയ്ക്ക് രക്ഷാപ്രവർത്തനം കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം മരണമടഞ്ഞതായിട്ടാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജെജു എയർലൈൻസ്, അത് ബാങ്കോക്കിൽ നിന്ന്, തായ്ലൻഡിലെ തലസ്ഥാനമായ ബാങ്കോക്കിൽ നിന്ന് ദക്ഷിണ കൊറിയയിലെ മുവാൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങുന്നതിനിടയിലാണ് ഈ സംഭവിച്ചത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഹാഷ്മി, ഈ വിമാനം ആദ്യ തവണ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് വീണ്ടും ഉയർന്ന് രണ്ടാമത് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. എങ്ങനെ ലാൻഡിംഗ് ഗിയർ പ്രവർത്തനക്ഷമം അല്ലാതെ പോയതാണ് അപകടത്തിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. മൂക്കുകുത്തി ക്രാഷ് ലാൻഡിംഗ് നടത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നിയന്ത്രണം വിട്ടുപോയി മതിൽ ചെന്നിടിച്ച് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു പക്ഷി വിമാനത്തിൽ ഇടിച്ചതാണ് ഈ ലാൻഡിംഗ് ഗിയർ തകരാറാവാൻ കാരണമെന്ന് പ്രാഥമിക അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകൾ പറയുന്നു. ഒപ്പം തന്നെ വളരെ മോശം കാലാവസ്ഥയാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒരുപക്ഷെ ദക്ഷിണ കൊറിയയിലെ വലിയ രാഷ്ട്രീയ അസ്ഥിരതയും ബഹളങ്ങൾക്കും കലാപത്തിനുമിടയിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളൊന്നും ഇതിന് പിന്നിലില്ല. എന്തായാലും ഇപ്പോൾ 2 ദിവസം മുമ്പ് ആക്ടിംഗ് പ്രസിഡൻ്റായി ചാർജ് എടുത്ത ചോയ് സാങ് മോക്ക്, അദ്ദേഹം സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആക്ടിംഗ് പ്രസിഡന്റ് തന്നെ നേതൃത്വം നൽകുന്നുവെന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അവിടെ 2 പ്രസിഡന്റുമാരെയാണ് ഇംപീച്ച് ചെയ്തത്. ഒരുപക്ഷെ അപൂർവമായ സ്ഥിതിയാണ്. നേരത്തെ അവിടെ പ്രസിഡന്റായിരുന്ന യൂൺ സുക്ക് യോളിനെ, അദ്ദേഹത്തെ പാർലമെൻറ്റ് തന്നെ പുറത്താക്കിയായിരുന്നു. അദ്ദേഹം പട്ടാള നിയമം പ്രഖ്യാപിച്ചു, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പാർലമെൻറ്റ് അംഗങ്ങൾ മതിൽ ചാടിക്കടന്ന് ആണ് അദ്ദേഹത്തിൻ്റെ പട്ടാള നിയമത്തെ റദ്ദാക്കിയത്. പിന്നീട് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ലാൻഡിംഗ് ഗിയർ തകരാറൊക്കെ സംഭവിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള എമർജൻസി ലാൻഡിംഗ് ഏർപ്പാടൊക്കെ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഈ പുറത്തു വന്ന ഓൾ ഓഫ് എ സഡൻ എല്ലാം പെട്ടെന്ന് സംഭവിച്ച ആ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അത്തരത്തിൽ എമർജൻസി ലാൻഡിങ്ങിനോ അല്ലെങ്കിൽ ഈ എയർപോർട്ടിൽ ഫോം നിറയ്ക്കൽ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഉണ്ടാവാറുണ്ട്. ഇതൊന്നും ഉണ്ടായില്ല എന്ന് കരുതണോ ജെയിംസ്? തീർച്ചയായിട്ടും ഹാഷ്മി, ഇതിൽ ലാൻഡിംഗ് തകരാറ് തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം ലാൻഡിംഗ് ഗിയർ വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഉയർന്ന് പൊങ്ങി കുറച്ചു നേരം കറങ്ങിയിട്ട് വീണ്ടും ഈ സിറ്റുവേഷനൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ ഇറങ്ങാമായിരുന്നു എന്നൊക്കെ പറയാം. നമുക്കറിയില്ല എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഒന്ന് ശ്രമിച്ചു, രണ്ടാമത് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ലാൻഡിംഗ് ഗിയർ ഇല്ലാതെ അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാതെ ഇത് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ക്രാഷ് ലാൻഡിംഗ് ആണ്. ബെല്ലി ഇത് ചെയ്തുകൊണ്ടുള്ള ലാൻഡിംഗ് ആണ് ശ്രമിച്ചത്. പക്ഷെ അത് വിമാനം നമുക്ക് വിഷ്വൽസിൽ കാണാം, അതിങ്ങനെ വളരെ വേഗതയിൽ കുതിച്ചുപോയി നിയന്ത്രണം വിട്ട് തെന്നി മാറി കോൺക്രീറ്റ് മതിലിൽ ഇടിച്ച് പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരും ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു സമയം പോലും ലഭിച്ചിട്ടില്ല. ഇനി രണ്ടാമത് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ലാൻഡ് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ വിമാനം ആകാശത്ത് തന്നെ പൊട്ടിത്തെറിക്കുമായിരുന്നു എന്നുള്ള വാദമൊക്കെ വരാം. ഇതൊക്കെ അന്വേഷണങ്ങൾക്ക് ശേഷമേ പറയാൻ സാധിക്കുകയുള്ളൂ. അടിയന്തരമായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ബോയിങ്ങിൻ്റെ 737-800 വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മുവാൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് 2007 സ്ഥാപിതമായത്. ലോകമെമ്പാടും നിന്ന് വിമാനങ്ങൾ ഇറങ്ങുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള എയർപോർട്ടാണ് മുവാൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. എന്തായാലും അത് അവിടെ ഗതാഗതം നിലച്ചിരിക്കുകയാണ്. വലിയ ദുഃഖമാണ്. ഒരു മഹാദുരന്തമാണ് എന്ന് ഉറപ്പായും പറയാം. എന്ന് പറഞ്ഞാൽ ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. എല്ലാം ഒരു ഞൊടിയിടയിൽ എല്ലാം അങ്ങ് സംഭവിച്ചു.
അത് റൺവേയിൽ നിന്ന് തെന്നിമാറി മതിലിടിച്ചതാണ്. അതിന് കാരണം ഈ ലാൻഡിംഗ് ഗിയറിൻ്റെ തകരാറാണെന്ന് പറയുന്നുണ്ട്. ലാൻഡിംഗ് ഗിയറിൻ്റെ തകരാറാണെങ്കിൽ അതിനുള്ള മുന്നൊരുക്കം ഒന്നും ചെയ്യാതെയാണോ ക്രാഷ് ലാൻഡിംഗ് നടത്തുന്നത് എന്ന ചോദ്യങ്ങൾ അവിടെയുണ്ട്. 179 പേരുടെ ജീവൻ അത് ചെറിയ കണക്കല്ല.